ചിത്തിരം കാത്തേ മറയും ചുംബക ചുണ്ടും ചിരിയും മുത്തമാമായ ചിരിയും സൂക്ഷ്മമേ പാലേ കുറിയും കണ്ടു മോഹിച്ച് സംഗതി കൊണ്ടു ദാഹിച്ച് കണ്ടു മോഹിച്ച് സംഗതി കൊണ്ടു ദാഹിച്ച് ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഖൈറുല്ലാ നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹായ് ഹലോ. ചെറിയൊരു ഗാനത്തിൻ്റെ വരികളൊക്കെ കേട്ടില്ലേ? അഫ്ന വേങ്ങര. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാം, കണ്ടിട്ടുണ്ടാവും. കണ്ണൂർ സിനത്താൻ്റെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് സ്റ്റേജിലൊക്കെ തിളങ്ങി അല്ലേ അഫ്ന? അതുപോലെ തന്നെ കാലിക്കറ്റ് ഇൻ്റർസോണിലും അതുപോലെ തന്നെ സി സോണിലൊക്കെ അല്ലേ എല്ലാത്തിലും ഒപ്പനയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഒപ്പനയിലൊക്കെ ഫസ്റ്റ് അടിച്ചിട്ടുള്ള അഫ്നയാണ് നമ്മളെ കൂടെ ഉള്ളത്. സുഗമയെഴുതും സുന്ദരിയോ നീ, കസവിനുറിയും ഏഴഴകോ നീ, കൽബിലുണരും നിറവനമുട്ടും ചന്ദന നിഴലിൽ ചന്ദ്രികയോ, ആദിവഴി പുതുമണവാള് നിന്നെയും ഓർത്ത് കഴിയുകയോ. ഇൻ കൽബിൽ ഉള്ളൊരു പെണ്ണാണ് മുഞ്ചുള്ള മുഖമുള്ള സുഹറ, ഇൻ കിനാവിലുള്ളൊരു പെണ്ണാണ് കരിമഷി കണ്ണുള്ള സുഹറ, പരിവളയിട്ട കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, പരിവളയിട്ട കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, അവൾ നാണമുള്ളൊരു പെണ്ണ്. നല്ലൊരു ഗായികയാണ്, പ്രോത്സാഹിപ്പിക്കണം തോന്നി. അങ്ങനെയാണ് ഉപ്പാനായിട്ട് ബന്ധപ്പെട്ട് അന്ന് നമ്മൾ കാലിക്കറ്റ് സോണിലൊക്കെ കണ്ടിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖം. ഇപ്പം എവിടെ? പി എസ് എം മോല് ഫസ്റ്റ് ഇയർ. ഏതാണ്? BSc സുവോളജി. ശരിക്കും സത്യത്തിൽ ആ ഒരു പാട്ടിൻ്റെ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നുകൂടി തിരക്കായിരുന്നു തോന്നുന്നില്ലേ? സുർമ എഴുതും ഒന്ന് പാടി, ജസ്റ്റ് ഒന്ന് പാടിയാണോട്ടെ. ചേലത്തൂടെ മോഹത്തിൻ പുന്നാരെ താരം പോൽ മിന്നുന്നേ, നാണം നിറയുന്നേരം അചന്ദന നിഴൽ ചന്ദ്രികയോ, സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനുറിയും ഏഴഴകോ നീ, കൽബിലുണരും നരവനമുട്ടും ചന്ദന നിഴൽ ചന്ദ്രികയോ, ആദിവഴിയിൽ പുതുമണവാള് നിന്നെയും ഓർത്ത് കഴിയുകയോ. വാവ്. ആ ഒരു പാട്ട് സ്റ്റേജിൽ നിന്നൊക്കെ പാടിയിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പാടിയിട്ടുണ്ടല്ലോ അതിലെ? പാടിയിട്ടുണ്ട്. പാട്ടൊക്കെ ആയിട്ട് സത്യത്തിൽ പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല പഠിക്കുന്നില്ല. ഇപ്പൊ നന്നായിട്ട് പാടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടിയൊരു കഴിവാണ്. ഇപ്പൊ ഒന്ന് ഇങ്ങോട്ടൊന്ന്. അപ്പോൾ ഫാദറിനെയും കൂടി നമ്മൾ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പേരെന്തേലും? ഹംസ അംജദ്. ആ, എത്ര മക്കളാ ശരിക്കും? രണ്ടാള്. അതിൽ അഫ്ന ചെറുതാണ് അല്ലേ? അപ്പൊ എല്ലാരും ഉപ്പയും എന്തൊക്കെ പാട്ടും ഇതൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുതായി പാട്ടും ഡാൻസും അഭിനയം അല്ലേ? പാട്ടും അതുപോലെ തന്നെ പാട്ടിന്റെ കൂടെ ഫിഗർ, ലാലേട്ടൻ, ജയൻ, പ്രേം നസീർ, സുരേഷ് ഗോപി, ഇവരുടെയൊക്കെ ഫിഗർ ഇട്ടിട്ട് പാട്ട് പാടുക. ഞാൻ മേഖലയിൽ വന്നിട്ട് ശരിക്കും 15 വർഷത്തിന് മേലെ. അഫ്ന ചെറുപ്പത്തിലെ പിന്നെ LKG പഠിക്കുന്ന സമയത്ത് തന്നെ പാട്ട് പാടും. പിന്നെ എൻ്റെ കൂടെ ഒക്കെ ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വലിയ ദൂരമില്ലാത്ത പരിപാടിക്കൊക്കെ കാണാൻ വേണ്ടി വരാറുണ്ട്. പക്ഷെ ഞാനങ്ങനെ കൂടുതൽ കൊണ്ടാറില്ല, കുറച്ച് കൈയിട്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോൾ ശരിക്കും സജീവമായത് ഒരു 3 വർഷം 4 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ അല്ലേ? അങ്ങനെ അഫ്ന പാട്ട് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്? ഇല്ല, പഠിക്കാനായിട്ട് പോയിട്ടൊന്നുമില്ല. അങ്ങനെ ലെവലായി. പഠിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ അല്ല, നിങ്ങൾ ശരിക്കും ഈ ഒരു ഫിഗർ ചെയ്യണല്ലോ, വേറെ ജോബ് എന്താ സാരിയിട്ട്? ജോബ് ഞാൻ പാട്ട് എഴുതുന്നുണ്ട്. പാട്ട് എഴുതും. ഞങ്ങളിപ്പോ ബർത്ത്ഡേ സോങ്, കല്യാണ സോങ്, കടകളുടെ പരസ്യം പാട്ടിലൂടെ
ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. അതുപോലെ തന്നെ ഇലക്ഷൻ ഒക്കെ ആയി കഴിഞ്ഞാലൊക്കെ കേരളത്തിന്റെ ഏകദേശം ഭാഗങ്ങളിലൊക്കെ ഇവളുടെ പാട്ട്, എഴുതിയ പാട്ടുകളൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. ഇപ്പോഴും പലരും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളിപ്പോൾ വിളിച്ചിരുന്നു. അതെ അല്ലേ? പാട്ട് എത്രത്തോളം പാട്ട് എഴുതിയിട്ടുണ്ടാവും? ഞാനിപ്പോൾ ഇതുവരായിട്ട് ഏകദേശം 600 പാട്ടിന് മേലെ എഴുതി. 3 വർഷത്തിന്റെ ഉള്ളിലായിട്ട് 600 പാട്ടിൽ അതിൽ കൂടുതൽ എഴുതി. അത് സമകാലിക സംഭവവികാസങ്ങളാണോ അതോ അല്ലേ? പലതും ഇപ്പോൾ പുതിയത് ചെയ്യാൻ വേണ്ടി ടോണിട്ട് വെച്ചിട്ട് പുതിയ പാട്ടുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഉപ്പയും മോളും വലിയ തിരക്കടൊന്നും ഇല്ല കേട്ടോ. രണ്ടാളും ഉപ്പാന്റെ ആ ഒരു കൈവയ്ക്കാൻ ചിലപ്പോ ഇങ്ങനെ കുറച്ചുകൂടെ വാദിച്ചു വന്നതല്ലേ. ഉമ്മച്ചി പാടുവോ? ഉമ്മച്ചി പാടൂല. ഇക്കാക്കെ കാക്ക പാടും ചെറുതായിട്ട്. അവപ്പോടല്ലോ? ഇല്ല, ഓന് ജോലി കഴിക്കണം. ഓന് എറണാകുളത്താണ്. എന്താണ്? ഓൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. വർക്ക് ജോലി ചെയ്യാൻ തുടങ്ങി. അതെ അതെ അതെ. അപ്പോൾ പിന്നെ ഇങ്ങനെ 1-2 ആളുകൾ നമുക്ക് അഫ്നനെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടോ. അഫ്നൻ്റെ നാട്ടുകാരൻ നമ്മളെ എന്താണ് ഷാഫിനെ പ്രത്യേകം പറഞ്ഞു. കാരണം 1-2 പ്രാവശ്യം എനിക്ക് ഷാഫി മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, മാനിക്ക ഇങ്ങനെ ഒരു കഴിവുള്ളൊരു കുട്ടിയുണ്ട്, നിങ്ങൾ ഒരുപാട് ആളുകളെ പ്രൊമോട്ട് ചെയ്യണമല്ലേ, അതുകൊണ്ട് അഫ്നനെ ഒന്ന് കൊണ്ടുവരണം തന്നെ. ആയിക്കോട്ടെ, ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കും പറഞ്ഞു. അങ്ങനെ കാലിക്കറ്റ് സീസണുള്ള സമയത്തൊക്കെ നമ്മൾ അവളോട് സംസാരിച്ചിരുന്നു. പക്ഷേ പിന്നീട് സമയം കിട്ടാത്തതുകൊണ്ട് പറ്റിയില്ല. ഇപ്പോൾ ഈ നോമ്പിനാണ് പറ്റിയത്. നോമ്പൊക്കെ നോറ്റ് ക്ഷീണിതനാണ്. പിന്നെ അതേപോലെ കോളേജിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റേണൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് വന്നിട്ട് പാട്ട് പാടിയിട്ടുള്ളത്. 2 ആളും കൂടി ഒരു പാട്ട് എന്തെങ്കിലും പാടാൻ പറ്റുമോ? എന്തെങ്കിലും കോംബോ ആയിട്ട്? അത് വരി അറിയില്ല. നോർമലി അതിലൊരു പാട്ട് പാടിയാൽ മതി. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനയെന്നും ഉറങ്ങിയില്ല, മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. അഫ്ന മോളെ പാട്ടൊക്കെ കേട്ടില്ലേ? പെച്ചിനെ കണ്ടു. പെച്ചിൻ്റെ കഴിവ് അതേപോലെ ആവാഹിച്ചെടുത്തിട്ടുള്ള മോളാണ് അഫ്ന. ഭയങ്കരക്കാരിയാണ്. പിന്നെ പാട്ടുകൾക്ക് ഫംഗ്ഷനുകളൊക്കെ പരിപാടികൾക്കൊക്കെ പോകാറുണ്ടല്ലോ അല്ലേ? അതിന് ട്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രൂപ്പിൻ്റെ നമ്പർ കൊടുത്തുണ്ടോ? കോൺടാക്ട് നമ്പറൊക്കെ? ഓക്കെ. വളരെ സന്തോഷമാകും അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഏതായാലും ഇനി വേണ്ടത് നിങ്ങൾക്ക് എന്താ പറയുക, സപ്പോർട്ടാണ്. നമ്മൾ ഇത്രയും കലാകാരന്മാരും കലാകാരികളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് അവർക്ക് കിട്ടിയ കഴിവാണ് കേട്ടോ പാട്ട് എന്ന് പറയുമ്പോൾ. അത് അവർക്ക് മാത്രം കിട്ടിയ കഴിവായതുകൊണ്ടാണ് നമ്മൾ അവരൊക്കെ നമുക്ക് ഇല്ല. അതുകൊണ്ട് ഈ പാട്ട് വീഡിയോ കാണുന്ന പലരും ഗായികമാരൊക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിലും ഈ ഒരു അവസരത്തിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പാട്ട് പഠിക്കാതെ തന്നെ ഇങ്ങനെ എത്രത്തോളം പാടാൻ കഴിവുണ്ട് എന്നുള്ളതൊക്കെ ഉള്ളത്. ഏതായാലും എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ. മുത്തുനാവാരത്നമൂകം കത്തിടും മയിലാളെ, മുഞ്ചൊളി വിളി തഞ്ചമീറും കഞ്ചകപ്പോ